ഈ തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് വീട്ടിൽ നായകളെ ഇങ്ങനെ 50ഓളം നായകളെ ഇങ്ങനെ വളർത്തിയ സംഭവം, അത് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തയാണ്. അതിനുശേഷം മേയറുടെ ഉൾപ്പെടെ ഇടപെടൽ വരുന്നത് നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്തെ ഈ വിഷയത്തിൽ അങ്ങനെ ആ നായകളുടെ ആ ഒരു വിഷയത്തിലുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ LDF ഭരണസമിതിയുടെ നിന്ന് റിപ്പോർട്ട് വരികയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടുന്നത്. നായകളെ മാറ്റുന്നതിൽ കൃത്യമായ നടപടി ആര്യ രാജേന്ദ്രൻ നേതൃത്വം നൽകിയ LDF ഭരണസമിതി സ്വീകരിച്ചില്ല എന്ന് കാണിക്കുന്ന റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. TS ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹരി, ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായിട്ടും ഉയർന്ന ഒരു സംശയമാണ്, ഇത്രത്തോളം ഗുരുതരമായ വിഷയം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഇത്രയും കാലമായിട്ടും തിരിഞ്ഞു നോക്കാത്തത് എന്നുള്ളത്. പക്ഷേ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു, അത് വെറും ഒരു നോട്ടം മാത്രമായി പോയി, ഒരു നടപടിയും അതിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ബോധ്യമാകുന്നില്ല. അതും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പൂജ. ഈ ചെങ്കോട്ടുകോണത്തെ ഈ വിഷയം മാതൃഭൂമി ന്യൂസാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പക്ഷേ ഇതിനു മുമ്പേ തന്നെ ഈ പരാതി നേരത്തെ ഉയർന്നിരുന്നു. 2025 തന്നെ ഈ പരാതി, ഇപ്പോൾ നമ്മോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രമ്യ എന്നാണ് അയൽവാസിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ 2025 തന്നെ ഈ പരാതി ഉയർന്നതിന് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇതിൽ ഇടപെടുകയും റിപ്പോർട്ട് തേടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസമിതി, അന്നത്തെ ഭരണസമിതി LDF ഭരണസമിതിയാണ്, അവർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചതിനെ തുടർന്ന് പോയി അന്വേഷിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അപ്പോൾ തന്നെ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. ഈ നായ്ക്കൾ 1 വർഷം മുമ്പ് 18 നായ്ക്കളാണ് ഉണ്ടായിരുന്നത്, അത് പിന്നെ പെറ്റുപെരുകി 50 നായ്ക്കളായി. ഈ നായ്ക്കൾക്കൊക്കെ വന്ധ്യംകരിക്കാനുള്ള നടപടികൾ ചെയ്യുന്നില്ല, പേവിഷബാധ കുത്തിവയ്പ് എടുക്കുന്നതിനുള്ള നടപടികളൊന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള കാര്യമാണെന്നും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നും നഗരസഭാ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടിട്ടും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ഗൗരവം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ആ ഭരണസമിതിയെ സംബന്ധിച്ചുള്ള ഒരു വീഴ്ച എന്ന് വേണമെങ്കിൽ കാണാം. കാരണം നമുക്കറിയാം തെരുവുനായ പ്രശ്നം എത്രത്തോളം ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണെങ്കിലും ഈ പറയുന്ന പ്രദേശത്താണെങ്കിലും അപ്പോഴാണ് ഒരു വീട്ടിൽ ഇത്രയും നായ്ക്കളെ വളർത്തുന്നത്. അപ്പോൾ അതിനു വേണ്ട സംവിധാനങ്ങൾ അവിടുത്തെ അയൽവാസികൾ, അവിടുത്തെ നാട്ടുകാർ, അവർക്ക് അവരെ ബാധിക്കാത്ത രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നടന്നില്ല. ശരിക്കും ഈ വിഷയം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടത് എത്ര നാള് മുൻപാണ്? 2025 ഈ പരാതി നൽകുന്നത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കി നൽകുന്നത് 2025 ഏപ്രിൽ 30-നാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2025 ഏപ്രിൽ 30-നാണ്. ശരി, TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. നോക്കൂ, എത്ര ഗുരുതരമായ ഒരു പ്രശ്നമാണ് എന്നുള്ളത്. ആ വീട്ടിലെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലെ ആള് തന്നെ പറയുന്നുണ്ടായിരുന്നു, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അകത്തിരിക്കുമ്പോൾ പോലും ബുദ്ധിമുട്ടാണ്, ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. അപ്പോൾ മുൻപ് തന്നെ നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതിക്ക് മുൻപാകെ ഈ വിഷയം വന്നതായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അവരുടെ ഇടപെടലാണ് നമ്മൾ കേട്ടത്. ജനങ്ങൾക്കൊക്കെ എത്രത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവത്തിൽ ഇത്രയും അലക്ഷ്യമായി ഇടപെട്ടു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ പ്രശ്നം നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ പരാതി പറയുന്നുണ്ട്. കോർപ്പറേഷന് കൃത്യമായിട്ട് ഇടപെടൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നായകളെ മാറ്റാൻ തയ്യാറാണ് എന്ന് ആ വീട്ടുടമസ്ഥയും പറയുന്നുണ്ട്. മെറ്റിൽഡ എന്നാണ് അവരുടെ പേര്. അപ്പോൾ കാര്യങ്ങൾ ഇനിയെങ്കിലും വൃത്തിയായിട്ട് പോകട്ടെ എന്നുള്ളതാണ്. TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.